എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കാച്ചിലുവടയാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇതാണ് ഈ കായംകുളത്തുകാരുടെ സ്പെഷ്യലാണ് കാച്ചിലുവട. കാരണം കായംകുളത്ത് ഏത് ചായക്കടയിൽ ചെന്ന് ചോദിച്ചാലും കാച്ചിലുവട കിട്ടും. പക്ഷെ വേറെ എവിടെയും ഞാനിങ്ങനെ കാച്ചിലുവട കണ്ടിട്ടില്ല. അപ്പോൾ കായംകുളത്താണ് കൂടുതലും കാച്ചിലുവട കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാച്ചിൽ ഇതേപോലെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കനം കുറച്ച്, തീരെ കനം കുറച്ചുമല്ല, എന്നാൽ കനം കൂട്ടിയുമല്ല, ആ ഒരു പരുവത്തിൽ. കാരണം ഒടിഞ്ഞു പോകരുത്, അതുപോലെ നല്ല തിക്കും ആവരുത്. ആ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുക്കാൻ വേണ്ടി. ഇപ്പോൾ കാച്ചിലുകളെല്ലാം വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കാച്ചിൽ ഇട്ടിട്ട് വേവാത്ത രീതിയിൽ ഒരു 2-3 മിനിറ്റ് ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെന്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒടിഞ്ഞു പോവും. അതുകൊണ്ട് വേവാൻ സമ്മതിക്കാതെ ഒരു 2-3 മിനിറ്റ് അതിൻ്റെ പശയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് മാറാൻ വേണ്ടിയാണ് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിക്കുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് കൂടുതലായി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇതെല്ലാം ഊറ്റി മാറ്റുകയാണ്. അപ്പം കാച്ചിലിന് വേവനുസരിച്ച് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് വേവുന്ന കാച്ചിലാണെങ്കിൽ ഇച്ചിരി തിളപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇത് ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്കിത് വെള്ളം മൊത്തം വാർന്നു പോകാൻ വേണ്ടി ഒരു അരിപ്പ പാത്രത്തിലിറക്കി വെക്കാം. ഇനി ഇത് മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി കടലമാവാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാ ബജ്ജി ഉണ്ടാക്കത്തില്ലേ, ആ രീതിയിൽ. അപ്പം ബജ്ജി ഉണ്ടാക്കുന്നത് പലരും പല രീതിയിൽ, അത് എങ്ങനെ വേണമെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. അതൊന്ന് മാവിൽ മുക്കി പൊരിക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ മുളക് ബജ്ജി ഉണ്ടാക്കത്തില്ലേ, മുളക് ബജ്ജി അതേപോലെ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത ശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണ് നമ്മൾ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സാധാ പച്ചവെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കരുത്. കാരണം ബാറ്റർ ഒരുപാട് അങ്ങ് ലൂസാവാനും പാടില്ല, ഒത്തിരി അങ്ങ് തിക്കാവാനും പാടില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുക്കാം. അപ്പോൾ അതാണ്ട് ഇതേപോലെ പരുവത്തിൽ വേണം എടുക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ ഒരു ചെറിയ കപ്പ് അളവിൽ നിങ്ങൾ കണ്ടല്ലോ, ആ കപ്പ് അളവിൽ 1 കപ്പും പിന്നെ 2 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും മതിയാവും. ഇനി വറുത്തെടുക്കാൻ വേണ്ടി പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കകത്ത് വേണം വറുത്തെടുക്കാൻ കേട്ടോ, എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ആവശ്യത്തിന് മുങ്ങി പൊരിക്കത്തക്ക രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതേപോലെ ഓരോ കാച്ചിലും എടുത്ത് നമുക്ക് മാവിനകത്ത് മുക്കിയിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പം പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒട്ടിയിരുന്നാലും കുഴപ്പമില്ല, അത് മൊരിഞ്ഞ് വരുമ്പോൾ അതങ്ങ് തന്നെ വിട്ടോളും. അതുകൊണ്ട് അങ്ങ് ഒട്ടിപ്പോകത്തൊന്നുമില്ല, അത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ആ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 4 എണ്ണം വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കാച്ചിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടാക്കാം. മീഡിയത്തിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലാക്കണ്ട കേട്ടോ, ലോ ഫ്ലെയിമിലാക്കിയാൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് നന്നായിട്ട് മുരിച്ചെടുക്കാം. കരിയരുത്, കരിയാത്ത രീതി. കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും കേട്ടോ, വേറെ ടേസ്റ്റായി പോകും. കരിയാത്ത രീതിയിൽ നന്നായിട്ട് ഇത് മുരിച്ചെടുക്കാം. ഇപ്പോൾ കാച്ചിലൂടെ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കോരി മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ ബട്ടർ പേപ്പറിലോ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടുത്ത ട്രിപ്പും ഇതേപോലെ വറുക്കാനിടാം. ഇപ്പോൾ കാച്ചിലൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.